ഏഴാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ്. അതിലെന്താ പറയുന്നത്? ഗാന്ധിജി പറയുന്ന ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞതാ യങ് ഇന്ത്യയിൽ 1931 യങ് ഇന്ത്യയിൽ ഗാന്ധിജി പറഞ്ഞാണ്. എന്താ പറഞ്ഞത്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും എന്ന് മഹാത്മാഗാന്ധി 1931 യങ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. പിന്നീട് എന്താ പറയുന്നത്? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്? എന്തൊക്കെ ആശയങ്ങളാണ്? പരമാധികാരം വേണം, തുല്യത വേണം, സാഹോദര്യം വേണം, ലിംഗനീതി വേണം അല്ലെ. പരമാധികാരം വേണം, തുല്യത വേണം, സാഹോദര്യം വേണം, ലിംഗനീതി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഈ ആശയങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതേപോലെ ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമായിരുന്നു. ഭരണഘടന എന്ന് പറയുന്നത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കുണ്ട്, അവരുടെ ഒരു സ്വപ്നമായിരുന്നു അത്. എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാ എന്ന് ചോദിച്ചാൽ ഏതാ പറയാ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അല്ലെ. ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. പിന്നീട് എന്താ പറയുന്നത്? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. അപ്പൊ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായവരാരൊക്കെയായിരുന്നു? സൈനികരുണ്ടായിരുന്നു, ഗോത്രവർഗക്കാരുണ്ടായിരുന്നു, പിന്നെ രാജാക്കന്മാരുണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു. അവരൊക്കെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് എന്താ പറയുന്നത്? ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അതായത് മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ബോധം മനുഷ്യരിൽ വളർത്തുന്നതിന് എന്ത് സഹായകമായി എന്നാ പറയുന്നത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അവർക്ക് സഹായകമായി എന്നാണ് പറയുന്നത്. അതേപോലെ അടുത്ത എന്താ പറയുന്നത്? ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അങ്ങനെ 1857 സമരം എന്ന് പറയുന്നത് ആദ്യത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഗോത്രവർഗക്കാർ, സൈനികർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ അങ്ങനെ തുടങ്ങി നിരവധി പേര് അതിൽ പങ്കാളികളായിരുന്നു. അപ്പൊ പിന്നീട് ഇവരൊക്കെ തമ്മിലുള്ള ഒരു മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ഒരു ദേശീയബോധം വളർത്തുന്നത് 1857 കലാപം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സഹായകമായി എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ദേശീയബോധം ശക്തിപ്പെട്ടതോടുകൂടി, ദേശീയബോധം എന്ന് പറയുന്ന ആ ഒരു വികാരം ശക്തിപ്പെട്ടതോടുകൂടി എന്തായി? ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെടാൻ തുടങ്ങി അല്ലെ. ഇന്ത്യൻ അസോസിയേഷൻ ഒന്നാമത്തെ ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഉണ്ട്, പൂനെ സാർവജനിക് സഭ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയബോധം വളർത്തുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ആ സംഘടനകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ? പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പോ പ്രാദേശികമായിട്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് സംഘടനകൾ രൂപം കൊണ്ടു, ധാരാളം സംഘടനകൾ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നൊക്കെ പറയുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സംഘടനകളായിരുന്നു. പക്ഷേ 1885 ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നിരുന്നു. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. പ്രാദേശികമായിട്ട് നമ്മൾ ഒരുപാട് 2-3 സംഘടനകൾ നമ്മൾ പറഞ്ഞു. അതിനുപരി ദേശീയ തലത്തിൽ ഒരു സംഘടന വന്നു, അതാണ് INC എന്ന് പറയുന്നത്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതോടുകൂടി എന്തായി? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങി. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം വളർത്തുക എന്നൊക്കെയായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് വിദേശ
ഭരണം അവസാനിപ്പിക്കുന്നതും മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്നായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് INC-യുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്, ഗാന്ധിജിയുടെ വരവോടുകൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന വഴിയിലൂടെയൊക്കെയാണ് വന്നത്. ഇത്രയും നമുക്ക് ഇതിലൊരു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 അതൊക്കെ തന്നെ പഠിക്കാനുള്ളൂ കേട്ടോ. പിന്നീട് എന്താ പറയുക, ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടന ഏതാ? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പിന്നെ പ്രാദേശിക സംഘടനകൾ പറഞ്ഞു, ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സർവജന സഭ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ സൈനികരും ഗോത്രവർഗക്കാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും കർഷകരൊക്കെ ഈ ഒരു പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി എന്ന് പറഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ പോയിന്റുകളായിട്ട്. അടുത്ത എന്താ പറയുന്നത്, അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം? മതസൗഹാർദ്ദപരമായിരിക്കണം, സാഹോദര്യമായിരിക്കണം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ഉൾപ്പെടുന്നതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നീട് എന്താ പറയുന്നത്, ഇതൊക്കെയാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. കണ്ടോ? അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷം 1935. ആ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്തായി നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവും വരെ നമ്മൾ പിന്തുടർന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അതായത് നമ്മുടെ ഈ റിപ്പബ്ലിക് ആവും വരെ നമ്മൾ പിന്തുടർന്നത് എന്തായിരുന്നു? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. അങ്ങനെ താഴെ ഇത് തന്നിട്ടുണ്ട്, ചിത്രം തന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്? 321 വിഭാഗങ്ങളും 10 പട്ടികകളും. 321 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 10 പട്ടികകൾ ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് എന്താക്കി? അധികാരം വിഭജിച്ചു നൽകി. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, അതെല്ലാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകളാണ് കേട്ടോ, സവിശേഷതകളാണ്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, അതുപോലെ 6 പ്രവിശ്യകൾ ദ്വിമണ്ഡല സഭ. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ ഉണ്ട്. അതേപോലെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ട്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അതേപോലെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. പിന്നെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളി എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, 371 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ട്. പിന്നീട് 6 പ്രവിശ്യകൾ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ട്. പിന്നീട് 6 പ്രവിശ്യകൾ ദ്വിമണ്ഡല സഭ ഉണ്ട്. അതൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് ഭരണഘടന നിർമ്മാണം ആരംഭിച്ചു. നമുക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പൊ നമുക്ക് ഭരണം കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വന്നിരുന്നു അല്ലെ. ഏതാ കമ്മീഷന്റെ പേര്? ക്യാബിനറ്റ് മിഷൻ ആണ്. എന്നാ വന്നത്? 1946 അപ്പൊ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കായിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എത്ര വർഷം എടുത്തു ഭരണഘടനാ നിർമ്മാണ സഭ? ഭരണഘടന പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ എത്ര വർഷം എടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം അല്ലെ. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്തുകൊണ്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത്? താൽക്കാലിക അധ്യക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
പിന്നെന്താ പറയുന്നത്, ഭരണഘടന അംഗീകരിച്ച ഒപ്പുവെച്ചത് എന്നാ? ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ് അല്ലെ. 1946 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത്. പിന്നെന്താ പറയുന്നത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അപ്പൊ എന്തൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്? 2 വർഷം 11 മാസം 17 ദിവസം നിർമ്മാണ കാലയളവാണ്. ആദ്യ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9-നാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ച 1949 നവംബർ 26-ആണ്. നിലവിൽ വന്ന ഡേറ്റ് ആണ് 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി. അപ്പൊ നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഇന്ത്യ റിപ്പബ്ലിക് ആവും വരെ ഏതാണ് ഫോളോ ചെയ്തിരുന്നത് എന്ന് അല്ലെ. റിപ്പബ്ലിക് ആവും വരെ എന്താ ഫോളോ ചെയ്തിരുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് നമ്മുടെ ഭരണഘടന ഫോളോ ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. പിന്നീട് എന്താ പറയുന്നത്, ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച, അംബേദ്കർ പറഞ്ഞതാണ് കേട്ടോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പൊ അദ്ദേഹം എല്ലാവർക്കും, അതായത് നമ്മുടെ ഭരണഘടന നല്ല രീതിയിലാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടന മുഖ്യ ശില്പിയാണ്. ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന വിശദമായ പഠനത്തിന് വിധേയമാക്കിയിട്ട്. അപ്പൊ എത്ര രാജ്യങ്ങളുടെ ഭരണഘടനയാണ് അദ്ദേഹം വിശദമായ പഠനത്തിന് വിധേയമാക്കിയത്? 60ഓളം രാജ്യങ്ങളിൽ കേട്ടോ. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഭരണഘടന എന്തൊക്കെ ഉൾക്കൊള്ളണം, എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ തീരുമാനിച്ചത്. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കോളത്തിൽ ഇത്രേ പഠിക്കാനുള്ളൂ. നമ്മുടെ ഭരണഘടന മുഖ്യ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അംബേദ്കർ എത്ര രാജ്യങ്ങളിലെ ഭരണഘടന വിശകലനം ചെയ്തിട്ടുണ്ട്? 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടന വിശകലനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? ഇന്ത്യയുടേതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. 1950 ജനുവരി 26-ന് നമ്മുടെ ഭരണഘടന 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. 8 പട്ടികകൾ ഉണ്ടായിരുന്നു. അതായത് 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. എപ്പോ? 1950 ജനുവരി 26-ന് നിലയിൽ വന്ന സമയത്ത്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? എന്തൊക്കെയാണ്? പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. ജനങ്ങളുടെ പരമാധികാരമുണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്, മൗലിക കടമകളുണ്ട്, മാർഗനിർദ്ദേശ തത്വങ്ങളുണ്ട്, നിയമവാഴ്ചയുണ്ട്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമുണ്ട്, സ്വതന്ത്രം നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇതെല്ലാം എന്തിന്റെ പ്രത്യേകതയാണ്? നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ് അല്ലെ. അപ്പൊ പാർലമെന്റ് ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. രാജ്യത്തെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നതാരാ? നിയമനിർമ്മാണ സഭകളാണ് കേട്ടോ. പാർലമെന്റ് ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ജനങ്ങളുടെ പരമാധികാരം പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരവും ഉത്ഭവിക്കുന്ന ആരിൽ നിന്നാണ്? ഭരണാധികാരികളിൽ നിന്നാണോ? അല്ല, ജനങ്ങളിൽ നിന്നാണ്. നമ്മുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്ന ജനങ്ങളിൽ നിന്നാണ്. അതാണ് ജനങ്ങളുടെ പരമാധികാരം. പിന്നെ മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അതും എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. മൗലിക കടമകളാണ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് അല്ലെ. മൗലിക കടമകൾ പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. സാമ്യവും സാമ്പത്തിക അവകാശവും ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. നിയമവാഴ്ച എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല, അതായത് നിയമത്തിന് മുകളിലല്ല. എല്ലാവരും നിയമം പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം അല്ലെ.
അതായത് ആരും നിയമത്തിനേക്കാൾ വലുതല്ല എന്നാണ് പറയുന്നത്. സാർവത്രിക പ്രായത്തിൽ വോട്ടവകാശം എന്താ പറയുന്നത്? നിശ്ചയപ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം, 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട് അല്ലെ. അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അതായത് കോടതി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വതന്ത്ര സ്വഭാവം ഉള്ളതാണ്. കാരണം എന്താണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നെല്ലാം കുറച്ച് വിഭാഗത്തിൽ നിന്നെല്ലാം സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് സ്വതന്ത്ര നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. പിന്നീട് എന്താ പറയുന്നത്? ഫെഡറലിസം പറയുന്നുണ്ട്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അതായത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനത്തിന് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. പിന്നെ ഏക പൗരത്വം, രാജ്യത്ത് ഒരു പൗരത്വേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേക പൗരത്വമൊന്നുമില്ല അല്ലെ. അതാണ് ഏക പൗരത്വം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മുടെ ഭരണഘടനയിലുള്ള സവിശേഷതകളാണ്. ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഇതിൽ പറയുന്നത് നമ്മുടെ കേന്ദ്ര ആയാലും സംസ്ഥാനങ്ങളായ നിയമങ്ങളൊക്കെ നിർമ്മിക്കാൻ എന്തിന്റെ അടിസ്ഥാനത്തിലേ പറ്റുള്ളൂ? നമ്മുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടേ പറ്റുള്ളൂ. അവരുടെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. അതായത് ഭരണഘടന ആയിരിക്കണം സ്രോതസ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് 2012 പോക്സോ ആക്ട്. 2012 പോക്സോ ആക്ട്. പോക്സോ ആക്ടിൽ എന്താ പറയുന്നത്? കുട്ടികൾക്ക് നേരെ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. അപ്പൊ 1989 എന്താ പറയുന്നത്? 1989 എന്താ പ്രത്യേകത? കുട്ടികളുടെ അവകാശ ഉടമ്പടിയാണ് 1989. എന്തിനായിരുന്നു? കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും ലൈംഗിക അതിക്രമം ഉണ്ടായി കഴിഞ്ഞാലോ കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെച്ചിരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പോക്സോ ആക്ട് പറഞ്ഞു 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 അല്ലെ. അതാണ് പറയുന്നത്. എന്തിനായിരുന്നു പോക്സോ? എന്തിനായിരുന്നു? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ ആണായാലും പെണ്ണായാലും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുക. പിന്നെ ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആണ് പോട്ടയുടെ പോസ്കോന്റെ ഫുൾ ഫോം കേട്ടോ. പോസ്കോ ആണ്. പോസ്കോന്റെ ഫുൾ ഫോം എന്താണ്? ചിൽഡ്രൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ളവരൊക്കെ ആരാണ്? കുട്ടികളാണ്. നിയമത്തിന്റെ കണ്ണിൽ കുട്ടികളാണ്. അവർക്കുള്ളതാണ് ഈ 2012 പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അപ്പൊ ഭയപ്പെട്ടിട്ട് ജീവിക്കാനോ സുരക്ഷിതമല്ലാതെ ജീവിക്കാനോ ഒന്നും സമൂഹത്തിൽ കഴിയില്ല. കാരണം അവർക്ക് അവകാശങ്ങളുണ്ട്. ഭയമില്ലാതെ സുരക്ഷിതമായി ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് എന്ന് പറയുന്നത്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. അപ്പോൾ ഈ ഒരു നിയമത്തിൽ ഇത്രയും ഇതൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷെ പ്രാവർത്തികമാവുമ്പോ ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അല്ലെ. കാരണം നമ്മൾ പല കാര്യങ്ങളും പേടിച്ചിട്ട് പറയാതിരിക്കുന്നത്, കുട്ടികളുടെ ഭാവി ഓർത്ത് പറയാതിരിക്കുന്നുണ്ട്. പിന്നെ കോടതികൾ കയറി ഇറങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ പറയാതിരിക്കുന്നുണ്ട്. ഒരുപാട് ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ നിയമം എന്താ പറയുന്നത്? നിയമം നോക്കി നോക്കാം. ഭയരഹിതമായി, ഭയമില്ലാതെ, സുരക്ഷയോടുകൂടി സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്ക് അർഹതയുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്ത സ്പർശനം, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സ്പർശനം ഉണ്ടായാൽ, ഒരു നോട്ടം ഉണ്ടായാൽ, ഒരു പ്രവൃത്തി ഉണ്ടായാൽ നമുക്ക്
തിരിച്ചറിയാൻ കഴിയണം. ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയണം ഇത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവൃത്തികളോട് അരുത്, നോ എന്ന് പറയാൻ കുട്ടിയെ പഠിപ്പിക്കണം. കുട്ടിക്ക് അറിയണം, പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും കുട്ടിക്ക് കഴിയണം അല്ലെ. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ വകുപ്പ് 19 പ്രകാരം എന്താ പറയുന്നത്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ എന്താക്കണം, ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആർക്കൊക്കെയാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ലോക്കൽ പോലീസിനോ ആണ് വകുപ്പ് 19 പ്രകാരം റിപ്പോർട്ട് ചെയ്യേണ്ടത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ എന്താ വിളിക്കുന്നത്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ആണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ എന്താ വിളിക്കുന്നത്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചോദിച്ച കാര്യങ്ങളാണ്. ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മേൽത്തെ വകുപ്പ് 19 പോലീസ് യൂണിറ്റും എന്താ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം 44-ാം പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. ഏത് വകുപ്പ് പ്രകാരം? 44-ാം വകുപ്പ് പ്രകാരം കേട്ടോ. 44-ാം വകുപ്പ് പ്രകാരം. പിന്നീട് എന്താ പറയുന്നത്? നമ്മുടെ ഭരണഘടന പിന്നീട് ഒരുപാട് ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ട് അല്ലെ. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1956 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. പിന്നീട് 1951 പട്ടികകളുടെ എണ്ണം 9 ആയി. ഒന്നാം ഭേദഗതി പ്രകാരം 1951 ഒന്നാം ഭേദഗതി പ്രകാരം പട്ടികകളുടെ എണ്ണം 9 ആയി. പിന്നീട് എന്താ പറയുന്നത്? 42-ാം ഭേദഗതി പ്രകാരം 1976 42-ാം ഭേദഗതി പ്രകാരം മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു അല്ലെ. 1976 42-ാം ഭേദഗതി പ്രകാരം മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. പിന്നീട് 73 74 ഭേദഗതി എന്നുണ്ടായി. 1992 ഉണ്ടായി. അതെന്താ പറയുന്നത്? പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമാണ് അല്ലെ. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം 73 74 ഭേദഗതി ഏതാ വർഷം? 1992. പിന്നീട് 44-ാം ഭേദഗതിയുടെ വർഷം എന്നാ? 1978 അല്ലെ. 1978 സ്വത്താവകാശം മൗലികാവകാശം അല്ലാതായി. അല്ലാതായത് എന്നാണ്? 1978. ഏത് ഭേദഗതി പ്രകാരം? 44-ാം ഭേദഗതി പ്രകാരം. അടുത്തത് 86-ാം ഭേദഗതിയിൽ എന്താ പറയുന്നത്? 2002 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി അല്ലെ. 2002 വിദ്യാഭ്യാസം എന്താക്കി? മൗലികാവകാശമാക്കി. എന്റെ ഭേദഗതി 86. പിന്നീട് എന്താ പറയുന്നത്? 2016 അല്ലെ. 2016 GST 101-ാം ഭേദഗതി. 2016 GST 101-ാം ഭേദഗതി. പിന്നീട് അവസാനം ഉണ്ടായ ഭേദഗതി എന്നാ? 106-ാം ഭേദഗതിയാണ് അല്ലെ. 106-ാം ഭേദഗതി വർഷം 2023. എന്തിനു വേണ്ടിയായിരുന്നു? വനിതാ സംവരണം അല്ലെ. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് 106-ാം ഭേദഗതി 2023. പിന്നീട് ഒരു കോളത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. എന്താ പറയുന്നത്? ഇളക്കരുത് എന്ന് പറയുന്നുണ്ട് അല്ലെ. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസായിരുന്നു എന്ത്? കേശവാനന്ദ ഭാരതി കേസ് കേരളവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഏതാ വർഷം? 1973. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസായിരുന്നു. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതായത്
ഭരണഘടനയ്ക്ക് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. യാതൊരു മാറ്റം, കേശവാനന്ദ ഭാരതി കേസ് പറഞ്ഞ ഒരു മാറ്റം, ഭരണഘടനയ്ക്ക് ഒരു മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേസ്. പിന്നീട് എന്താ പറയുന്നത്? മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശം ആക്കപ്പെട്ടതെന്നാ? മൗലികാവകാശമാക്കപ്പെട്ടതെന്നാ? 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത്. ഇതിലെന്താ പറയുന്നത്? ഈ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. അപ്പൊ 21 കൂട്ടിച്ചേർത്ത് ഏതാ? 86 ഭരണഘടനാ ഭേദഗതി 2002. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലയിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പൊ ഈ നിയമം എന്ന് പറയുന്നത് നിലയിൽ വന്നത് 2009 വിദ്യാഭ്യാസം 2009 ഓഗസ്റ്റ് 4 നിലയിൽ വന്ന നിയമമാണ്. 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന ഡേറ്റ് ആണ്. 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ നിർബന്ധമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. എന്താണ്? 21A 86 ഭേദഗതി 2002. നിയമം നിലവിൽ വന്നതെന്നാ? 2009 ഓഗസ്റ്റ് 4. പിന്നീട് ചെറു ഭരണഘടന എന്ന് പറയുന്നത് അതിലെന്താ പറയുന്നത്? 42 ഭേദഗതി വഴിയാണ് 1976 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനപരമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിന് ഈ ഭേദഗതി ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏത് ഭരണഘടനയാണ്? 42 ഭരണഘടന ഭേദഗതിയാണല്ലേ. ഏതാ വർഷം? 1976 അത് പ്രകാരം മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ 42 ഭേദഗതിയിൽ കൂട്ടിച്ചേർത്ത് കൊണ്ട് തന്നെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ നമ്മള് 6ാം ക്ലാസ്സിൽ കഴിഞ്ഞു. 8ാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, 6ാം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ 2 കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ ഉണ്ട്. അതിൽ 1 കഴിഞ്ഞു, ഇനി ഒന്നുകൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.